മൃഗത്തേക്കാൾ ദേഹിയല്ലോ ശ്രേഷ്ഠമെന്നോർക്കൂ മനുജ, ശ്രേഷ്ഠമെന്നോർക്കൂ. നീതിയോടെ തേടുമെന്നും ആത്മകാര്യങ്ങൾ നിങ്ങൾ, ആത്മകാര്യങ്ങൾ. നീതിയോടെ തേടുമെന്നും ആത്മകാര്യങ്ങൾ നിങ്ങൾ, ആത്മകാര്യങ്ങൾ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 77 സങ്കീർത്തനം അതിൻ്റെ 16 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ദൈവമേ, വെള്ളങ്ങൾ നിന്നെ കണ്ടു, വെള്ളങ്ങൾ നിന്നെ കണ്ടു ഭ്രമിച്ചു. ആഴികളും വിറച്ചുപോയി, മേഘങ്ങൾ വെള്ളം ചുരിഞ്ഞു, ആകാശം നാദം മുഴക്കി, നിന്റെ അസ്ത്രങ്ങൾ പരക്കെ പറന്നു. നിന്റെ ഇടിമുഴക്കം ചുഴലിക്കാറ്റിൽ മുഴങ്ങി, മിന്നലുകൾ ഭൂതലത്തെ പ്രകാശിപ്പിച്ചു. ഭൂമി കുലുങ്ങി നടുങ്ങിപ്പോയി. നിന്റെ വഴി സമുദ്രത്തിലും നിന്റെ പാതകൾ പെരുവെള്ളത്തിലും ആയിരുന്നു. നിന്റെ കാൽച്ചുവടുകളെ അറിയാതെയും ഇരുന്നു. മോശയുടെയും അഹരോന്റെയും കൈയാൽ നീ നിന്റെ ജനത്തെ ഒരു ആട്ടിൻകൂട്ടത്തെ പോലെ നടത്തി. ദൈവത്തിന് സ്തോത്രം. 77 സങ്കീർത്തനം അതിൻ്റെ 16 മുതലുള്ള വചനഭാഗങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ, ദൈവമേ, വെള്ളങ്ങൾ നിന്നെ കണ്ടു, വെള്ളങ്ങൾ നിന്നെ കണ്ടു ഭ്രമിച്ചു, ആഴികളും വിറച്ചു പോയി എന്നാണ് വചനം നമ്മളെ കേൾപ്പിക്കുന്നത്. അത് ഈ 2024 നമ്മൾ അനുഭവിക്കുന്ന ഈ വെള്ളത്തിൻ്റെതായ കെടുതികൾ ലോകത്ത് പലയിടത്തും ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ പ്രളയത്തിലൂടെ തന്നെ ഒരുപാട് ജീവനും ഒരുപാട് നാശനഷ്ടങ്ങളും ഒക്കെ സംഭവിച്ചതായിട്ട് നമ്മൾ കാണുന്നു. ഇനിയും അത് നിന്നിട്ടില്ല എന്നുള്ളത് ഈ വചനഭാഗത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്കതറിയാനായിട്ട് പറ്റും. കാരണം അടുത്ത വചനഭാഗം പറയുന്നത് 17-ാം വാക്യം, മേഘങ്ങൾ വെള്ളം ചൊരിഞ്ഞു, ആകാശം നാദം മുഴക്കി, നിന്റെ അസ്ത്രങ്ങൾ പരക്കെ പറന്നു. നിന്റെ ഇടിമുഴക്കം ചുഴലിക്കാറ്റിൽ മുഴങ്ങി, മിന്നലുകൾ ഭൂതലത്തെ പ്രകാശിപ്പിച്ചു. ഭൂമി കുലുങ്ങി നടുങ്ങിപ്പോയെന്നാണ് വചനം നമ്മളെ കേൾപ്പിക്കുന്നത്. മേഘങ്ങൾ വെള്ളം ചുരിഞ്ഞു, ആകാശം നാദം മുഴക്കി, നിന്റെ അസ്ത്രങ്ങൾ പരക്കെ പറന്നു എന്ന് വചനം പറയുമ്പോൾ, ലോകത്ത് ഇത് എല്ലാ ഇടങ്ങളിലും അത് സംഭവിക്കുന്ന ഒരു അനുഭവത്തെക്കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത്. ഈ കൂട്ടത്തിൽ തന്നെ ഇടിമിന്നലേറ്റുള്ള മരണങ്ങളും അതുപോലുള്ള ഒരുപാട് അനർത്ഥങ്ങളും ഒക്കെ ഇതിനകത്ത് നമ്മൾ കേൾക്കുന്നുണ്ട്. ചുഴലിക്കാറ്റിൽ മുഴങ്ങി എന്ന വചനം കേൾക്കുമ്പോൾ, ചുഴലിക്കാറ്റും പല ഇടങ്ങളിൽ ഒരുപാട് നാശം വിതച്ചു പോകുന്നതിനെക്കുറിച്ച് തന്നെ നമ്മൾ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ മിന്നലുകൾ ഭൂതലത്തെ പ്രകാശിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇടിമിന്നലിനെ കുറിച്ച് തന്നെ നമ്മളിവിടെ കേൾക്കുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. ഭൂമി കുലുങ്ങി നടുങ്ങിപ്പോയി എന്ന് പറയുമ്പോൾ ഇനി വരുന്നതും ഒരു ഭൂമി കുലുക്കം തന്നെയാണ്. അത് നമ്മൾ അടുത്ത വചനത്തെ നോക്കിയാൽ, നിന്റെ വഴി സമുദ്രത്തിലും നിന്റെ പാതകൾ പെരുവെള്ളത്തിലും ആയിരുന്നു, നിന്റെ കാൽച്ചുവടുകളെ അറിയാതെയും ഇരുന്നു എന്ന് വചനം നമ്മളെ കേൾപ്പിക്കുമ്പോൾ, കടൽക്ഷോഭം ആകാം, അതല്ലെങ്കിൽ നമ്മൾ സുനാമി എന്നൊക്കെ നമ്മൾ ഞെട്ടി കേൾക്കുന്ന അനുഭവങ്ങൾ പലയിടങ്ങളിലും നമ്മളത് കേൾക്കുവാനും കാണുവാനായിട്ടും ഇരിക്കുമ്പോഴും, ജനം എല്ലായിടത്തും വളരെ ഭീതിയിലായിരിക്കുന്ന സമയത്ത് മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ എന്നുള്ള ഒരു പേടിയും എല്ലാവർക്കും ഉണ്ടായിരിക്കുമ്പോൾ, ദൈവമക്കളെ, നമുക്കതിനകത്ത് കേൾക്കാനായിട്ട് ഈ വചനഭാഗത്തിൽ നിന്നും മാത്രം നമ്മൾ നോക്കിയാൽ അതിനേക്കാൾ ഭയങ്കരമായ പ്രകൃതിക്ഷോഭമാണ്. ഉരുളുപൊട്ടലാകാം, മണ്ണിടിച്ചിലാകാം, പ്രളയമാകാം, ചുഴലിക്കാറ്റ്, ഇടിമിന്നല്, അതുപോലെ ഭൂമികുലുക്കം, ഇതെല്ലാം സംഭവിക്കുമ്പോഴും അണക്കെട്ടിനൊരു കുഴപ്പമില്ലാതെ നിൽക്കും. അതിനേക്കാൾ ഭയാനകമായ സംഭവങ്ങൾ നമ്മളിവിടെ കാണുകയും ചെയ്യും. എന്നാലും ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവമക്കളെ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ആകയാൽ മാനസാന്തരപ്പെടുവാൻ നമുക്ക് ആ വചനത്തെ ഒന്നോർത്ത് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചെന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയാകട്ടെ. മോശയുടെ അഹരോന്റെയും കൈയാൽ നീ നിന്റെ ജനത്തെ ഒരു ആട്ടിൻകൂട്ടത്തെ പോലെ നടത്തിയെന്ന് പറയുമ്പോൾ, പ്രവാചക വാക്യങ്ങളിലൂടെ നമ്മൾ നോക്കിയാൽ ആമോസിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അതിൻ്റെ 7-ാം വാക്യം നമ്മളെ കേൾപ്പിക്കുന്നത്, യഹോവയായ കർത്താവ് തൻ്റെ പ്രവാചകന്മാരായ തൻ്റെ ദാസന്മാർക്ക് തൻ്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യം ചെയ്യില്ല എന്നാണ് വചനം നമ്മളെ കേൾപ്പിക്കുന്നത്. അപ്പോൾ വചനഭാഗങ്ങളിലൊക്കെ നമ്മളെ ഇവിടെ തിരുവചനത്തിലൂടെ തന്നെ നമ്മളെ കേൾപ്പിക്കുന്നു. ആകാശം മാറും, ഭൂമി മാറും, ദൈവത്തിൻ്റെ വചനത്തിന് ഒരു കുറവും സംഭവിക്കുകയില്ല, ഒരു മാറ്റവും സംഭവിക്കുകയില്ല. യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തൻ്റെ ദാസന്മാർക്ക് തൻ്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യില്ല എന്ന വചനം നമ്മളെ കേൾപ്പിക്കുമ്പോൾ, പ്രവചനത്തിലൂടെ ഈ തിരുവചനത്തിലൂടെ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ കേൾപ്പിക്കുന്ന വചനഭാഗമായിരിക്കാൻ നമുക്കതിനെ ഓർത്ത് സമാധാനപ്പെടാം. പെരുവെള്ളം കവിഞ്ഞു വരുന്നൊരനുഭവം, അതിലൂടെ തന്നെ പ്രളയകാലം ഏറ്റവും കൂടുതൽ വരുന്ന ഒരു സംഭവം തന്നെയാണ്. പ്രകൃതിക്ഷോഭം ഏറ്റവും കൂടുതൽ വരുന്ന ഒരുപാട് ഭയാനകമായ സംഭവങ്ങൾ തന്നെയാണ് വരാനിരിക്കുന്നതെങ്കിലും അണക്കെട്ടിന് ഉടനെ ഒന്നും ഒരു പ്രശ്നവും ഉണ്ടാകാതെ
ദൈവമക്കളെ, നമുക്ക് അത് നമുക്ക് ആർക്കും പേടിക്കേണ്ടതായിട്ടില്ല. അവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കിയാൽ, അണക്കെട്ടിന് എന്തെങ്കിലും സംഭവിക്കുമോ, അണക്കെട്ടിന് എന്തെങ്കിലും കേടുപാടുണ്ടോ, ഉണ്ടായിരിക്കാം. പക്ഷേ അണക്കെട്ട് പൊട്ടിപ്പോയിട്ടൊരു പ്രശ്നം അവിടെ ഉണ്ടാകത്തില്ല. പക്ഷേ പ്രകൃതി ദുരന്തം വളരെ വലുതായിട്ട് പലയിടത്തും സംഭവിക്കുന്നുണ്ട്. എന്നാലും വിശ്വാസികളായ ദൈവമക്കളെ, വചനത്തെ കേൾക്കുമ്പോൾ ആ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവ് നമ്മളെ കാത്തു പരിപാലിക്കുമല്ലോ. ഈ തലമുറ ഇതെല്ലാം കാണുമെന്ന് വചനമുണ്ടല്ലോ. ദൈവസന്നിധിയിലേക്കൊന്ന് മടങ്ങി വന്ന് വചനം നിറവേറി കാണുന്നതൊക്കെ ഒന്ന് കണ്ട് സന്തോഷിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടയാകട്ടെ. ആരും ഇടറേണ്ടതായ കാര്യങ്ങളല്ല ഈ സമയത്ത് ദൈവമക്കളെ. അത് ഈ ആപത്ത് ഒഴിഞ്ഞു പോകുമ്പോളം ഹല്ലേലൂയ, സ്തോത്രം. ആ വിരിച്ച ചിറകിൻ മറവിൽ ഞങ്ങളെ മറയ്ക്കണമെന്നൊരു പ്രാർത്ഥന മാത്രം നമുക്ക് വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഒരവസരം ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും ദൈവത്തോട് ചേർന്ന് പലടയാകട്ടെ. വിളിച്ചു ബാധിക്കപ്പെട്ടവരും ദൈവം തന്ന ഉപകാരങ്ങളെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഓർത്ത് കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് മടങ്ങി വരാനിടയാകട്ടെ. പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ഞെരുക്കങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാം. പക്ഷേ കഷ്ടതയുടെ സമയത്ത് മാറാത്തവനെ നമ്മുടെ കൂടെയുള്ള കർത്താവ് ഇന്നും നമുക്ക് തുണയായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവേ, അവിടുത്തെ തിരുസന്നിധിയിലേക്ക് അടിയങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വരുവാനിരിക്കുന്ന ദുരന്തങ്ങളൊക്കെ എത്രയോ ഭയാനകമാകുന്നു കർത്താവേ. എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വചനത്തിൽ വിശ്വസിക്കുന്ന മക്കൾ ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ഈ അനർത്ഥങ്ങളിൽ നിന്നൊക്കെയും വിടുതൽ പ്രാപിച്ചുകൊണ്ട് ഇത്ര വലിയവനായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ജീവിതത്തിൽ എൻ്റെ കർത്താവെ നന്മയ്ക്കായവരുടെ ആളും മക്കൾക്ക്, വിശ്വസിക്കുന്ന മക്കൾക്ക് കൊടുത്ത് ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ദൈവമായ കർത്താവെ, എല്ലാ ദൈവ ജനത്തെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, നിന്നിൽ ആശ്രയിക്കുന്നവരെ എല്ലാവരും ഒരിക്കൽ കൂടി കാര്യങ്ങൾ വയ്ക്കുന്നു. അഭിഷക്തന്മാരെ ദൈവസന്നിധി വെച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കുന്ന മക്കളെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിപ്പാൻ തക്കണം എല്ലാവരെയും കർത്താവെ ഒരുക്കണമേ. ആർക്കൊരാപത്തുനിർത്തം വരാതെ എൻ്റെ കർത്താവിൻ്റെ ആ വിരിച്ച ചിറകിൻ മറവിൽ എല്ലാവരെയും മറച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭീതിയിൽ കഴിയുന്ന ജനതകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ കർത്താവെ, തിരുവചനത്തിലൂടെ ദൈവം അവിടുന്ന് കർത്താവെ അവിടുന്ന് ഇടപെട്ടതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. എല്ലാവർക്കും സമാധാനത്തോടെ ഇനിയുള്ള കാലം ദൈവമേ, എൻ്റെ കർത്താവിൽ ആശ്രയിച്ച് ഇനിയുള്ള കാലത്ത് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കേണ്ടതിന് എല്ലാവരുടെ മനസ്സിനും സമാധാനം കൊടുത്ത് ദൈവം അനുഗ്രഹിക്കണേ. വചനത്തിൽ വിശ്വസിക്കുന്ന മക്കൾ കർത്താവെ ദൈവത്തിൻ്റെ മഹത്വം കാണുമല്ലോ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. പരിപാലിക്കുന്ന എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും എല്ലാവരെയും കാത്തുകൊള്ളണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നപ്പ കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം.